بسم الله الرحمن الرحيم. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار. وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1799 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 48-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫത്ഹിൻ്റെ പഠന പൂർത്തീകരണത്തെ തുടർന്നുള്ള ആദ്യ ദിവസ ചർച്ചയാണിന്ന്. ചർച്ചയ്ക്ക് ആരംഭം കുറിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വകഫാ ബില്ലാഹി ഷഹീദാ. മുഹമ്മദുൻ റസൂലുള്ളാഹ് والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار. وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. صدق الله العلي العظيم. സൂറത്തുൽ ഫത്ഹിലെ അവസാനത്തെ 2 ആയത്തുകൾ 28, 29 ഈ ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ ആയത്തുകളോടെ സൂറത്ത് അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ 2 ആയത്തുകൾ നമ്മൾ ഇന്നലെ ഏറെക്കുറെയൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി പങ്കുവെക്കാനുണ്ട്. അതേപോലെ ഈ സൂറത്തിന്റെ പഠനവേളയിൽ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോ ആദ്യം ഞാൻ ഈ സൂറത്തിന്റെ അവസാന ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിശദാംശങ്ങൾ പങ്കുവെക്കാം. അതിനെ തുടർന്ന് ചോദ്യങ്ങളുടെ കാര്യങ്ങൾ പരിഗണിക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോ ഈ 2 ആയത്തുകളിലായിട്ട് ഈ സൂറത്ത് ഉപസംഹരിക്കപ്പെടുന്നത് നമ്മൾ ഇന്നലെ അതിന്റെ അർത്ഥസൂചനകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിയുണ്ടായി. അള്ളാഹുവിന്റെ പ്രവാചകനെ അദ്ദേഹത്തിന്റെ അള്ളാഹു നൽകിയിട്ടുള്ള പദവി പരാമർശിച്ചുകൊണ്ട് ഹുദൈബിയയിലെ സന്ധി രേഖയിൽ ഒപ്പുവെക്കാൻ കുഫാറുകള് സമ്മതിക്കുകയുണ്ടായില്ല. അവര് അതിൽ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട്
റസൂലുള്ള എന്ന പ്രയോഗം മാറ്റിവെച്ചുകൊണ്ടാണ് ആ സന്ധി രേഖ തയ്യാറാക്കിയിട്ടുണ്ടായത്. അതിന്റെ വിശദാംശങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. ആ ഒരു പശ്ചാത്തലത്തിലാണ് അള്ളാഹു ഇവിടെ വളരെ അസർട്ടീവായിട്ട് ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദുൻ റസൂലുള്ള എന്ന് തുടർന്നുള്ള ആയത്തില് വളരെ കൃത്യതയോടുകൂടി പറഞ്ഞുകൊണ്ട് അത് സ്ഥാപിതമാക്കുന്നത്. ആരൊക്കെ നിഷേധിച്ചാലും ആരൊക്കെ അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്നാലും അള്ളാഹുവിന്റെ ദൂതന് അള്ളാഹു നൽകിയ പദവി ഇല്ലാതാവുന്നില്ല. അത് ചരിത്രത്തിലുടനീളം സ്ഥാപിതമാവുക തന്നെ ചെയ്യും എന്നതാണ് നൽകപ്പെട്ടിരിക്കുന്ന ഒരു സൂചന. ആ ഘട്ടത്തില് ബൈഅത്തുർ റിദ്വാനിനെ തുടർന്ന് ഹുദൈബിയ സന്ധിയുടെ നിബന്ധനകളും കാര്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ സന്ധിയിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ അതില് തീർത്തും ഏകപക്ഷീയമായതും മുസ്ലിം പക്ഷത്തിന് വലിയ ക്ഷീണമുണ്ടാക്കുമെന്ന് തോന്നുന്നതുമായ പല ഉപാധികളും ഉൾപ്പെടുത്തപ്പെട്ടപ്പോൾ വിശ്വാസികളുടെ മനസ്സിൽ വളരെ വലിയ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട്. ചിലരൊക്കെ കുറച്ച് കടുപ്പമുള്ള വിധത്തിൽ തന്നെ സംസാരിക്കുന്നതിനോളം കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ മുസ്ലിങ്ങളല്ലേ, താങ്കൾ അള്ളാഹുവിന്റെ ദൂതൻ തന്നെ അല്ലേ എന്നൊക്കെയുള്ള വിധത്തിൽ സംസാരിച്ച സംഭവങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ അത്തരം സംശയങ്ങളുടെയും ആശയക്കുഴപ്പത്തിന്റെയും നൂലാമാലകളെ ഒന്നാകെ ചുരുട്ടിക്കൂട്ടി എറിയുകയാണ് അള്ളാഹു ഈ ഒരു പ്രസ്താവന ഇവിടെ നടത്തുക വഴി എന്നും കാണാം. കുഫാറുകള് റസൂലുള്ള എന്ന ആ വിവരണം ആ ഡോക്യുമെന്റിൽ ഉൾപ്പെടുത്താൻ കൂട്ടാക്കാതിരുന്ന, അത് അതിൽ നിലനിർത്താൻ സമ്മതിക്കാതിരുന്ന, അതേപോലെ വിശ്വാസപരമായ ഒരു ചെറിയ ചാഞ്ചല്യം, ചാഞ്ചല്യം എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ സ്റ്റിൽ അവര് ആ നിബന്ധനകൾ അത്രയും പരാജയം വെളിപ്പെടുത്തുന്ന വിധത്തിലുള്ള നിബന്ധനകൾ സ്വീകരിക്കപ്പെട്ടത് അവർക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയത് പ്രകടിപ്പിച്ചു എന്നത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ കൂടിയാണ് അള്ളാഹുവിന്റെ പ്രവാചകന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് റസൂലുള്ള എന്ന വിധത്തിൽ തന്നെ ഇവിടെ വളരെ അഫർമേറ്റീവായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു അത് സ്ഥാപിതമാക്കുന്നത്. അപ്പോ ആര് അംഗീകരിക്കുക ആര് തള്ളിക്കളയുക എന്നതല്ല വിഷയം. അള്ളാഹുവാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പദവി സ്ഥാപിതമാക്കി പറയുന്നത്. സാക്ഷിയായിട്ട് അള്ളാഹു ധാരാളം മതി എന്നതാണ് ഇവിടെ നൽകപ്പെടുന്ന ഒരു സൂചന. അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ ദൗത്യം ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി എന്ന് ഇവിടെ വ്യക്തമാക്കപ്പെടുകയുണ്ടായല്ലോ ഒന്നാമത്തെ ഈ 28-ാമത്തെ ആയത്തിൽ. അള്ളാഹു മാർഗദർശനവും സത്യമതവും അല്ലെങ്കിൽ സത്യദർശനവും നൽകിക്കൊണ്ട് പറഞ്ഞയച്ചിരിക്കുന്ന പ്രവാചകനാണ് അദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണം അത് എന്ത് ലക്ഷ്യം പ്രാപിക്കാനുള്ളതാണ് എന്നത് വ്യക്തമാക്കുന്നുണ്ട് അവിടെ. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, മറ്റെല്ലാ ദീനിനെയും മറ്റെല്ലാ മതങ്ങളെയും അല്ലെങ്കിൽ മറ്റെല്ലാ ജീവിത ദർശനങ്ങളെയും അതിജയിക്കുന്നതിന് വേണ്ടിയാണ്. അതിന്റെയൊക്കെ മുകളിൽ ഉപരിയായിട്ട് അത് നിലകൊള്ളണം. ലോകത്തിന്റെ ഒരു ജീവിത വ്യവസ്ഥയായിട്ട് മേൽക്കൈ നേടുന്ന ഒരു ജീവിത ദർശനമായിട്ട് അത് നിലകൊള്ളണം. ആ വിധത്തിൽ അതിനെ മറ്റുള്ള ജീവിത ദർശനങ്ങളുടെ മേൽ വിജയിപ്പിച്ചെടുക്കുന്ന ഒരു ദൗത്യമാണ് അള്ളാഹുവിന്റെ പ്രവാചകന് അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്നത്. അത് അതിന്റെ നിർവഹണത്തിൽ സാക്ഷിയായിട്ട് വഖഫ ബില്ലാഹി ഷഹീദ, അതില് സാക്ഷിയായിട്ട് അള്ളാഹു വളരെ മതിയായവനാണ് എന്ന് കൂടി സൂചിപ്പിക്കപ്പെടുകയാണ് ഇവിടെ. അപ്പൊ ഇതില് എവിടെയെങ്കിലും പോയി ഒതുങ്ങിക്കൂടുന്ന ഒരു
ജീവിത ദർശനം ആരെങ്കിലും വല്ലപ്പോഴും ഒക്കെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ അതെന്താണ്, അതിന്റെ ഡെഫിനേഷൻ എന്താണ് എന്നൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവണ ഒരു സംഗതി എന്ന നിലക്ക് പരിമിതപ്പെടുത്തി എവിടെയെങ്കിലും ഒതുക്കി കൂട്ടാനുള്ള ഒരു സംഗതിയായിട്ടല്ല. ലോകത്തെ ജീവിത ദർശനങ്ങളുടെ ഒക്കെ മുകളിലായിട്ട് അതിൻ്റെയൊക്കെ മുകളില് പ്രാധാന്യവും അതുപോലെ തന്നെ സ്വാധീനവുമുള്ള ഒരു ജീവിത ദർശനമായിട്ട് ഇത് ഉയർന്നു നിൽക്കണം. അതിനു വേണ്ടി തന്നെയാണ് ഈ സത്യദീൻ സമൂഹത്തെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹു തന്റെ ദൂതനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. ഇത് മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, വിശ്വാസ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയമല്ല. വിശ്വസിക്കാൻ ആളുകൾക്ക് അവരുടെ മനസാക്ഷി അനുസരിച്ച് ഏത് വിശ്വാസധാരയും അവർക്ക് തെരഞ്ഞെടുക്കാൻ അള്ളാഹു അവസരം നൽകിയിട്ടുണ്ട്. എന്നാൽ അവർ തെരഞ്ഞെടുക്കുന്നതൊന്നും എല്ലാം തന്നെയും സത്യമാകുമെന്നോ അതൊക്കെ വിജയിക്കുമെന്നോ അള്ളാഹു ആർക്കും വാക്കു കൊടുത്തിട്ടില്ല. അത് ബുദ്ധിപൂർവകമായി ശരിയായത് തെരഞ്ഞെടുത്താലേ ശരിയായ മാർഗത്തിൽ ഒരാളുണ്ടാവുള്ളൂ. സത്യം തെരഞ്ഞെടുത്താലേ സത്യമാർഗം പിൻപറ്റുന്ന ആളായി മാറുള്ളൂ. അസത്യം തെരഞ്ഞെടുത്താൽ അസത്യത്തിന്റെ ആളായിട്ടാണ് മാറുക. അതിനുള്ള സ്വാതന്ത്ര്യം പക്ഷേ വ്യക്തികൾക്ക് പടച്ച തമ്പുരാൻ സൃഷ്ടിപ്പിൽ തന്നെ നൽകിയിട്ടുള്ളതാണ്. അതിന് തടസ്സം നിൽക്കാനോ അതിനെ ചോദ്യം ചെയ്യാനോ ഉള്ള ഒരു നിർദ്ദേശം ഇതിൽ അടങ്ങിയിട്ടില്ല. മറിച്ച് അത് ലോകത്ത് സ്ഥാപിതമാകുന്ന സത്യത്തിനാണ് മേൽക്കൈ കിട്ടേണ്ടത്. അതിന് പ്രയത്നങ്ങളിലൂടെ സത്യത്തെ സ്ഥാപിതമാക്കുകയും അതിന് ലോക സമൂഹങ്ങളുടെ മുന്നിൽ സ്വീകാര്യത ഉള്ളതാക്കി മാറ്റുകയും ചെയ്യുക എന്നൊരു പ്രാധാന്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം പ്രയത്നങ്ങളിലൂടെ നിർവഹിക്കേണ്ടതുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ചുമതലപ്പെടുത്തിയ കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ അത് അതിന്റെ തികവോടുകൂടി നടപ്പിലാക്കുകയും ലോകത്ത് അത് സ്ഥാപിതമാക്കുകയും ചെയ്തു എന്നത് നമ്മളൊക്കെ ചരിത്ര സ്രോതസ്സുകളിൽ നിന്നും സമകാലിക യാഥാർത്ഥ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്ന കാര്യമാണ്. അതിനെ തുടർന്ന് വിശ്വാസികളുടെ ഒരു വിവരണം അള്ളാഹുവിന്റെ പ്രവാചകനെ പരാമർശിച്ചതിന് ശേഷം അള്ളാഹു നടത്തുന്നുണ്ട്. അശിദ്ദാഉ അലൽ കുഫാർ എന്നൊരു പ്രയോഗം കാണും. അത് ശിദ്ദത്ത് എന്ന് പറഞ്ഞ കാഠിന്യം എന്നാണ്. കടുപ്പം, കാഠിന്യം എന്നൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ വളരെ കടുപ്പമേറിയവരാണ് നിഷേധികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ. അവർക്ക് എളുപ്പത്തിൽ അങ്ങ് കൈകാര്യം ചെയ്ത് വീഴ്ത്തിക്കളയാൻ കഴിയില്ല. അതാണ് അത് നൽകുന്ന ഒരു സൂചന. ശിദ്ദത്ത് ഉണ്ടാവും അവർ. കരുത്തും ശക്തിയും ആർജവവും തൻ്റെ ഇടവും ഒക്കെ ഉള്ളവരായിരിക്കും വിശ്വാസികൾ. അവര് ദുർബലരായി ശത്രുവിന് എളുപ്പത്തില് അങ്ങ് ചുരുട്ടിക്കൂട്ടി എറിയാം എന്ന വിധത്തിലുള്ളവരാവുകയില്ല ഒരു കാരണവശാലും. നമ്മൾ ഈ കാലഘട്ടത്തിൽ തന്നെ അങ്ങനെയുള്ള ചില ചിത്രങ്ങൾ കാണുന്നുണ്ട്. ഒരു രാജ്യത്തിന്റെ പരമോന്നത ആ പദവിയിൽ ഇരിക്കുന്ന ഒരാളെ മറ്റു രാജ്യത്തിന്റെ പോലീസ് സംവിധാനം ഉപയോഗിച്ച് അങ്ങ് പിടിച്ചുകൊണ്ട് പോവുക, എന്നിട്ട് തടവിലിടുക. അത് നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ്. വളരെ ദയനീയമായ ഒരു കാഴ്ച. അതേപോലെ മറ്റൊരു സംഭവത്തില് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ ഏറ്റവും ഉന്നത പദവിയിൽ ഇരിക്കുന്ന ആളെ കടന്നാക്രമണം നടത്തി കൊന്നുകളയുക, അയാളെയും അയാളുമായി ബന്ധമുള്ള പലരെയും. എന്നിട്ട് നിഗളിപ്പോടുകൂടി ലോകത്തിന്റെ നെറുകയിൽ അങ്ങനെ തലയുയർത്തി നിൽക്കുക. അതിന് അവരുടെ മുന്നിൽ ഓച്ചാനിച്ചുകൊണ്ട് ഈ ആക്രമിക്കപ്പെട്ട രാജ്യം നിൽക്കുക എന്നൊരു കാഴ്ചയല്ല നമ്മൾ കാണുന്നത്. മറിച്ച് ശിദ്ദത്ത് വളരെ ശക്തമായി പ്രകടിപ്പിച്ചുകൊണ്ട് ശത്രുവിനെ വിറകൊള്ളിക്കുകയും തറപറ്റിക്കുകയും അവസാനം സന്ധി സംഭാഷണങ്ങളിലേക്ക് അവരെ നിർബന്ധിതരാക്കുകയൊക്കെ ചെയ്യുന്ന മരണഭയമില്ലാത്ത നിലപാടിന്റെ ആളുകളായിട്ട് നമ്മളൊരു കൂട്ടരെ കാണുന്നുണ്ട്. അത് ശിദ്ദത്ത് പ്രകടമാവുന്ന ഒരു രംഗമാണ്. അപ്പോ ഇവരെ ചെന്ന് കയറി അടിച്ചാൽ വെറും കൈയോടങ്ങ് പോരാം എന്ന ഒരു ധാരണ അല്ല ആരിലും അവശേഷിപ്പിക്കുക അങ്ങനെ ഒരു നിലപാട്. ഈ ഒരു നിലപാട് ശിദ്ദത്ത് കാണിക്കുന്ന, അത് കടുപ്പം കാണിക്കുന്ന, അതുപോലെ നിശ്ചയദാർഢ്യവും ദൃഢനിശ്ചയബോധ്യവും ഒക്കെ കാണിക്കുന്ന, മരണഭീതി ഇല്ലാത്ത ആളുകളുടെ
ചാഞ്ചല്യമില്ലാത്ത നിലപാട് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകതയാണ് വിശ്വാസികളുടെ കാര്യത്തിൽ അള്ളാഹു അവരെ പരാമർശിച്ചുകൊണ്ട് ഇവിടെ പറയുന്നത്. അതേസമയം അവര് പരസ്പരം വലിയ കാരുണ്യം കാണിക്കുന്നവരുമാണ്. അതും നമ്മൾ ഇതേ സംഭവത്തിൽ കാണുകയുണ്ടായി. മുസ്ലിം രാജ്യങ്ങളിലായിട്ട് അമേരിക്ക സ്ഥാപിച്ചിട്ടുള്ള സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കുകയും തിരിച്ചടി അവിടെ നടത്തുകയും ചെയ്യേണ്ടി വന്നപ്പോഴും ആ രാജ്യങ്ങളോട് ഈ രാഷ്ട്രം യാതൊരു നിലക്കുള്ള ശത്രുത കാണിക്കുന്നതല്ല നമ്മൾ കാണുന്നത്. വളരെ സൗഹാർദ്ദപരമായിട്ട് തന്നെ അവരോട് ഇടപഴകുന്നു, അവരോട് കാരുണ്യത്തോടു കൂടി വർത്തിക്കുന്നു, അവരെ എല്ലാറ്റിലും പങ്കാളികളാക്കുന്നു. ആശയപരമായും വിശ്വാസപരമായും ഒക്കെ ഭിന്നതകളിലുള്ള ആളുകളാണ് എന്നിരിക്കെ പോലും മുസ്ലിം രാജ്യങ്ങളോട്, മുസ്ലിം വ്യക്തികളോട്, മുസ്ലിം സമൂഹത്തോട് ഗുണകാംക്ഷപരമായ നിലപാട് അവര് സ്വീകരിക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അഭിപ്രായ ഭിന്നതയൊന്നും ഈ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ചരിത്രപരമായ ചില സംഭവ വികാസങ്ങൾക്ക് സാഹചര്യം ഒരുങ്ങാതെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അത് രൂപപ്പെട്ടു വന്ന ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ആ ചരിത്ര പശ്ചാത്തലത്തില് ന്യായമായും ഉണ്ടായിരുന്ന ചില കാരണങ്ങളുമുണ്ട്. ആ കാരണങ്ങൾ നീങ്ങുമ്പോൾ മാത്രമേ ആ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ കാരണങ്ങള് ഈ ഛിദ്രത ഉടലെടുത്തത് തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇസ്ലാമിക ഭൂപ്രദേശങ്ങളുടെ അധികാരം കുടുംബവാഴ്ചയിലേക്ക് വഴുതി വീണ, അല്ലെങ്കിൽ കുടുംബവാഴ്ചക്കാര് കരുത്തുപയോഗിച്ച് പിടിച്ചെടുത്ത ഒരു ഘട്ടത്തിലാണ് ഇത്തരം ഛിദ്രതയുടെ തുടക്കം ഉണ്ടാവുന്നത്. അപ്പൊ ഇസ്ലാം എന്ന ജീവിത ദർശനത്തിനെ പിൻപറ്റുന്ന ആളുകൾ അവരുടെ ഭരണസാരഥ്യം വഹിക്കാൻ ഏതെങ്കിലും അയോഗ്യരായ ആളുകള്, അതും ബാപ്പാന്റെ മോന് എന്നുള്ളതല്ലാത്ത യാതൊരു യോഗ്യതയും ഇല്ലാത്തവര് കയറി വന്ന് അധികാരവും സൈന്യവും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ ഒതുക്കി അടിച്ചമർത്തി അധികാരം വാഴുന്ന ഒരു സംഗതിയാണ് ഇസ്ലാമിന്റെ അധികാരം, ഇസ്ലാമിന്റെ രാഷ്ട്രീയം എന്ന തെറ്റിദ്ധാരണ പലരും പരത്തുന്ന കാണാം. അങ്ങനെ അത് തീർത്തും അബദ്ധമായ ഒരു സംഗതിയാണ്. ഒരിക്കലും തന്നെ പള്ളിയില് ഇപ്പൊ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഇമാമിന് കൂട്ടത്തില് അതിന് യോഗ്യതയുള്ള ഒരാളായിരിക്കണമല്ലോ. ആർക്കും നിസ്കരിക്കാം, ആർക്കും നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യാം. പക്ഷെ ഒരു സംഘം നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ കൂട്ടത്തിൽ ആരാ ഇമാമ് നിൽക്കേണ്ടത്? അതിന് കൂട്ടത്തിൽ ഖുർആനില് അതുപോലെ തഖ്വയുടെ കാര്യത്തിലും ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന ആളാണല്ലോ ഇമാം നിൽക്കേണ്ടത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതേപോലെ തന്നെയാണ് ഒരു സമൂഹത്തിന്റെ ഇമാറത്ത് നിർവഹിക്കേണ്ടത് ആര് എന്നതിന് കൃത്യമായൊരു മാർഗദർശനം ഇസ്ലാം വിശുദ്ധ ഖുർആൻ അതിന്റെ ആയാത്തുകളിലൂടെ നൽകിയിട്ടുണ്ട്. ആ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് യോഗ്യനായവനെ കണ്ടെത്തുക എന്നതാണ് മുസ്ലിങ്ങൾ ചെയ്യേണ്ടത്. അത് പക്ഷേ ചരിത്രപരമായ ചില കാരണങ്ങളാൽ കുടുംബവാഴ്ചയുടെ ആളുകളുടെ കൈകളിലേക്ക് വീഴുകയും അവരെ ഭയപ്പെട്ടുകൊണ്ട് സമൂഹം അവരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രഘട്ടം ഉടലെടുത്ത പശ്ചാത്തലത്തിലാണ് ഛിദ്രതയൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ ആ ഛിദ്രത ഉണ്ടാകുമ്പോൾ തന്നെ മുസ്ലിം സമൂഹത്തോട്, വിശ്വാസി സമൂഹത്തോട് വലിയ ആർദ്രതയും കരുണയും കരുതലും ഒക്കെ കാണിക്കുന്ന ഒരു നിലപാട്, അത് വിശ്വാസത്തിന്റെ ഒരു ലക്ഷണമാണ്. ഇവിടെ അള്ളാഹു പരാമർശിച്ചിരിക്കുന്ന റഹമാ ബൈനഹും എന്നാണ്. പിന്നീട് അവരുടെ പ്രത്യേകതകളും പരാമർശിക്കുകയുണ്ടായി. അവരെ റുകൂവും സുജൂദും നിർവഹിക്കുന്നവരും അള്ളാഹുവിന്റെ ഫദ്ല് തേടുന്നവരും അവന്റെ തൃപ്തി ആഗ്രഹിക്കുന്നവരും ഒക്കെ ആയിട്ടാണ് കാണപ്പെടുക. നമസ്കാരം നിർവഹിക്കുന്നതിൽ സുജൂദും റുകൂവും അതാണല്ലോ സൂചിപ്പിക്കുന്നത്. സുജൂദിലെയും റുക്കൂഴിലെയും കാര്യങ്ങള്, സുജൂദും റുക്കൂവും നിർവഹിക്കുന്നവരാകുക എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ആളുകൾ ആവുക, അള്ളാഹുവിന്റെ തൃപ്തി തേടിക്കൊണ്ടിരിക്കുന്നവരാവുക. അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ മുഖഭാവത്തിലും മുഖലക്ഷണങ്ങളിലും ശരീരഭാഷയിലും ഒക്കെ തന്നെ വളരെ പ്രകടമായ ഈമാന്റെ ചില അടയാളപ്പെടുത്തലുകൾ ഉണ്ടാവും.
സീമാഹും ഫി വുജൂഹിഹിം മിൻ അസരി സുജൂദ്. സുജൂദ് നിർവഹിക്കുന്ന ആളുകളുടെ ചില അടയാളങ്ങൾ അവരുടെ മുഖത്ത് തന്നെ പ്രകടമാകും. അത് നിസ്കാരത്താഴമ്പാണെന്നുള്ളത് നമ്മൾ ധരിക്കേണ്ടതില്ല. അത് നിസ്കാരത്താഴമ്പ് ചില സ്കിൻ പ്രകൃതമുള്ള ആളുകൾക്ക് വേഗം താഴമ്പുണ്ടാവും. വേറെ ചിലർക്ക് അവര് മറ്റ് തഴമ്പുണ്ടായവരെക്കാളൊക്കെ ഏറെ നിസ്കരിക്കുന്നവരൊക്കെ ആയിരിക്കും, പക്ഷെ തഴമ്പുണ്ടായിക്കൊള്ളുന്നില്ല. അത് ഓരോ ശരീരഘടനയുടെയും അതുപോലെ സ്കിന്നിന്റെ പ്രത്യേകതയൊക്കെ കാരണമായിട്ടുള്ളതാണ്. അത് നിസ്കാര തഴമ്പ് മാത്രമല്ല, അതും ഒരു ലക്ഷണമായിട്ട് കാണാം എന്നേ ഉള്ളൂ. പക്ഷെ അവരുടെ മുഖത്ത്, പെരുമാറ്റത്തില്, അവരുടെ മനസ്സിന്റെ പ്രതിഫലനം മുഖത്തുണ്ടാവുന്നതില്, അവരുടെ നിലപാടുകളില്, ആളുകളോടുള്ള പെരുമാറ്റത്തില്, ശരീരഭാഷയില്, വേഷവിധാനത്തില്, ഇതിലൊക്കെ തന്നെ പ്രകടമാകുന്ന അവരുടെ ഒരു ലക്ഷണമുണ്ട്. ആ ആളുകളെ, അവരെ കുറിച്ച് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇത്തരം അനുയായികളെ കുറിച്ച് പൂർവിക വേദമായ തൗറാത്തില് നൽകപ്പെട്ടിരിക്കുന്ന വിവരണമാണിത്. അപ്പൊ തൗറാത്തിന്റെ ഈ വിവരണം നൽകുന്ന ഭാഗം ഇന്ന് തൗറാത്തിൽ കാണാൻ കഴിയില്ല. അതിന് ചില സൂചനകളൊക്കെ കാണാൻ കഴിയുന്നത് ബൈബിളിന്റെ ആവർത്തന പുസ്തകത്തില് 33-ാമത്തെ സെക്ഷനില് 2-3 ശ്ലോകങ്ങളിലായിട്ട് ചില വാക്യങ്ങൾ കാണാം. അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പരാമർശിക്കുന്ന ഒരു പ്രയോഗം അത് അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ചാണ് എന്ന നിലക്ക് മനസ്സിലാക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അനുയായികളുടെ ചില ലക്ഷണങ്ങളും ആ വിധത്തില് അവിടെ വിവരിക്കപ്പെടുന്നുണ്ട്. അതും വളരെ പരിമിതമാണ്. ഇവിടെ ഖുർആൻ വളരെ വിശദമായി സൂചിപ്പിച്ച ഈ കാര്യങ്ങളൊന്നും ഇന്നത്തെ ബൈബിളില് കാണപ്പെടുന്നില്ല എന്നതാണ് വസ്തുത. അതുപോലെ ഇഞ്ചീലിൽ അവരെ കുറിച്ചുള്ള പരാമർശം എന്താണ് എന്നതും ഇവിടെ പറയുകയുണ്ടായി. അവര് ഒരു വിള പോലെയാണ്, കൂമ്പ് വെളിപ്പെടുത്തിയിട്ടുള്ള, അത് വളർച്ച പ്രകടമാക്കുന്ന, തടിച്ചു കൊഴുത്ത് കരുത്ത് കാണിക്കുന്ന ഒരു വിള. അത് എന്തുമാത്രം ഹൃദയഹാരിയായ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരെ വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. അതുപോലെ കൺകുളിർമ നൽകുന്ന ഒരു കാഴ്ച തരുന്ന ഒരു കൂട്ടരാണ് ഈ വിശ്വാസി സമൂഹം. അള്ളാഹുവിന്റെ പ്രവാചകനോടൊപ്പമുള്ള ആളുകളുടെ ആ സംഘം, അവരെ കാണുമ്പോൾ തന്നെ ഒരു കൺകുളിർമ അനുഭവപ്പെടും. കാരണം അത്രയും നല്ല മനുഷ്യര്, എല്ലാ നിലക്കും യോഗ്യരായ ആളുകൾ. അവരുടെ ശരീരഭാഷയും പെരുമാറ്റവും ഇടപഴകലും ഒക്കെ തന്നെ അങ്ങേയറ്റം നമ്മളിൽ മതിപ്പുളവാക്കുന്ന വിധത്തിലുള്ളതാണ്. അങ്ങനെ ഒരു കൂട്ടർ. അതുകൊണ്ടാണല്ലോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മദീനയിലെ ഒരു യഹൂദൻ ഭൂമി വലിയ വില നാട്ടുനടപ്പില്ലാത്ത വില ചോദിച്ചുകൊണ്ട് വിൽക്കാൻ ശ്രമിച്ചപ്പോ ഒരു പരാതി ഉയരുകയുണ്ടായ ഒരു സംഭവമുണ്ട്. അപ്പോ യഹൂദനെ വിളിച്ച് ഉമർ റളിയല്ലാഹു അൻഹു അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ ഭൂമി എങ്ങനെ വില കുറച്ചു കൊടുക്കും? അതിന്റെ 4 ഭാഗത്തുള്ള അയൽക്കാരും അത്രയും ഉന്നതരായ, സമുന്നതമായ ഗുണഗണങ്ങളുള്ള ആളുകളാണ്. ഇത്രയും ഉന്നതരായ നന്മയുള്ള അയൽക്കാരുള്ള ഒരു ഭൂമി, ആ ഭൂമി എങ്ങനെ ഞാൻ വില കുറച്ച് പറയും എന്നാണ് ആ യഹൂദൻ ചോദിച്ചത്. അത് ആളുകളിൽ, പ്രത്യേകിച്ച് തങ്ങളോട് അനുകമ്പയോ അനുഭാവമോ കാണിക്കാത്ത ആളുകളിൽ പോലും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റിനെയാണ് അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അപ്പൊ ഇവിടെ അവരെ കുറിച്ച് അവരുടെ ആർജവം, തന്റെ ഇടം, സത്യസന്ധത, അവരുടെ വ്യക്തിത്വം, ഇതൊക്കെ പ്രതിഫലിപ്പിക്കുന്ന ഒരു വിവരണമാണ്. അത് ഈസ അലൈഹി ഇസ്ലാമിന്റെ ഒരു പ്രഭാഷണത്തിൽ അങ്ങനെ ഒരു വിവരണം, ഒരാള് മണ്ണില് വിത്തെറിഞ്ഞ് അത് മുളച്ച് അതിന്റെ കൂമ്പ് വെളിപ്പെടുത്തി അത് വളർന്ന് വിളഞ്ഞു, അങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച, കണ്ണുകൾക്ക് ആനന്ദം പകരുന്ന ഒരു കാഴ്ചയെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു വിവരണം കാണാൻ കഴിയും. അത് ബൈബിളിന്റെ മാർക്കോസ്, മത്തായി തുടങ്ങിയിട്ടുള്ള വേർഷൻസില്, ന്യൂ ടെസ്റ്റമെന്റില് ഒരു പ്രഭാഷണ ഭാഗമായിട്ട് അതിന്റെ റെഫറൻസ് 4-ാമത്തെ സെക്ഷനിൽ 26 മുതൽ 32 വരെയുള്ള ഭാഗത്തും 13-ാമത്തെ സെക്ഷനിൽ 31-32 ഭാഗത്തും ഒക്കെയാണ് അടങ്ങിയതായിട്ട്
ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ആ വിധത്തില് ബൈബിളില് സൂചനകൾ അതിനെ പരാമർശിക്കുന്ന വിധത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സെക്ഷന് ബൈബിളില് ഉണ്ട്. പക്ഷെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണ് എന്നതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആ നിലക്കുള്ള ഒരു ഗവേഷണ പാടവത്തോടു കൂടി അതിനെ വിലയിരുത്തുമ്പോഴേ അത് കാണുള്ളൂ. മറ്റ് ഒരു വിഷയം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആയത്തിന്റെ 29-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്ന ഒരു കാര്യം, വഅദല്ലാഹുല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി മിൻഹും. അപ്പൊ ഈ സഹാബത്തിനെ കുറിച്ച് പറയുന്ന ആയത്താണ്. അതില് അള്ളാഹു പറയുന്നത് അവരുടെ കൂട്ടത്തിലെ ആമനു വഅമിലു സ്വാലിഹാത്ത് ആയ ആളുകൾ അവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്താണ്? മഗ്ഫിറത്തൻ വഅജ്റൻ അളീമ, പാപമോചനവും അതുപോലെ വളരെ ക്ഷേമമായ ഗംഭീരമായ പ്രതിഫലവും വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതിലൊരു പ്രയോഗം വഅദല്ലാഹുല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി മിൻഹും എന്ന് പറയുന്നത് ചില തെറ്റിദ്ധാരണകൾക്ക് കാരണമായിട്ടുണ്ട്. ചിലരതിനെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെ കൂട്ടത്തിലെ ഒരു പ്രത്യേക സെക്ഷൻ എന്ന നിലക്ക് മനസ്സിലാക്കുകയാണ്. മിൻഹും എന്ന് പറഞ്ഞാൽ അവരിൽപ്പെട്ട എന്നാണ് ഭാഷാപരമായി അത് നൽകുന്ന ഒരർത്ഥം. അപ്പൊ അവരിൽപ്പെട്ട വിശ്വാസവും സൽക്കർമ്മവും ചെയ്ത ആളുകൾ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്ത ആളുകൾ, അവർക്കാണ് മഗ്ഫിറത്തും അതുപോലെ മഹത്തരമായ പ്രതിഫലവും ഉള്ളത് എന്നിവിടെ പറയുന്ന എല്ലാവർക്കും ഇല്ല. അവരുടെ കൂട്ടത്തില് ഈ ചില കള്ളനാണയങ്ങളും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ വിവരണം അർഹിക്കുന്നവരല്ലാത്ത ചിലരൊക്കെ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന നിലക്ക് മനസ്സിലാക്കിയിട്ട് സഹാബിമാരിൽ ചിലരെ അധിക്ഷേപിക്കാൻ ഈ ആയത്ത് ചിലർ ഉപയോഗപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അത് ഒരു തെറ്റിദ്ധരിക്കലും ഒക്കെയാണ്. കാരണം വിശുദ്ധ ഖുർആനിൽ മിൻഹും എന്ന പ്രയോഗം അവരിൽപ്പെട്ട എന്ന് പരിമിതപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലാത്ത വിധത്തില് ഒരു വിശദാംശം നൽകുന്ന വിധത്തിൽ ഉപയോഗിക്കുന്നത് വേറെയും സന്ദർഭങ്ങളിലുണ്ട്. ഒരിടത്ത് ഫജ്തനിബുർ റിജിസ മിനൽ ഔസാൻ എന്ന് കാണാം. വിഗ്രഹങ്ങളിൽ മ്ലേച്ഛമായതിനെ നിങ്ങൾ ഉപേക്ഷിക്കുക എന്ന് വേണമെങ്കിലും മനസ്സിലാക്കാതെ. അപ്പോ വിഗ്രഹങ്ങളിൽ മ്ലേച്ഛമല്ലാത്തതുണ്ട്, നല്ലതുണ്ട്, അവയെ നിങ്ങൾ പൂജിച്ചോളൂ എന്നൊരർത്ഥം അതിനുണ്ടെന്നും മനസ്സിലാവുമല്ലോ. അത് തെറ്റായ വായനയാണ്. അറബി ഭാഷയിൽ മിൻഹും എന്നത് അവരുടെ ഒരു പ്രത്യേകത ഹൈലൈറ്റ് ചെയ്യുന്ന വിധത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം കൂടിയാണ്. ഒരു വിഗ്രഹത്തിനെയും ആരാധിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഫജ്തനിബുർ റിജിസ മിനൽ ഔസാൻ എന്ന് പറഞ്ഞാൽ മ്ലേച്ഛതയെ പ്രതിനിധാനം ചെയ്യുന്ന സകല വിഗ്രഹങ്ങളെയും നിങ്ങൾ കൈയൊഴിയണം എന്നാണ്. വിഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ മ്ലേച്ഛതയുള്ളതിനെ നിങ്ങൾ കൈയൊഴിയണം എന്നല്ല. മ്ലേച്ഛത ഉള്ളതാണ് എല്ലാ വിഗ്രഹങ്ങളും. ഒരു വിഗ്രഹവും, കാരണം ഈ വിഗ്രഹാരാധന തന്നെ അടിസ്ഥാനപരമായി മ്ലേച്ഛമായ ഒരു കാര്യമായിട്ടാണ് ഖുർആൻ എടുത്തു കാണിക്കുന്നത്. അപ്പോ അത് ഉപേക്ഷിക്കാൻ വേണ്ടി പറയുമ്പോൾ അതില് മ്ലേച്ഛമായതിനെ ഉപേക്ഷിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയല്ല അതുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നു. മറിച്ച് വിഗ്രഹാരാധന എന്ന വിഗ്രഹം എന്ന മ്ലേച്ഛതയെ നിങ്ങൾ പൂർണ്ണമായും കൈവെടിയൂ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഈ സഹാബത്തിനെ കുറിച്ച് പരാമർശിക്കുന്നത് അവരുടെ ഈ സൂറത്തിൽ തന്നെ ബൈഅത്തുൽ റിദ്വാനിൽ പങ്കെടുത്ത 1400 ആളുകളെ എന്ന് പറഞ്ഞാൽ അന്ന് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്നവര്, മദീനയിലേക്ക് പലായനം ചെയ്തവരും മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കൂടിയവരുമായ മുഴുവൻ ആണുങ്ങളും, ഒറ്റപ്പെട്ട ആളുകൾ ആരെങ്കിലും പോകാൻ കഴിയാതെ മാറിയുന്നവരുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെയും തന്നെ സ്ത്രീകളെ മാത്രം തനിച്ച് മദീനയിലാക്കിക്കൊണ്ടൊക്കെയാണല്ലോ അവർ പോയിട്ടുള്ളത്. അപ്പൊ അത്രയും അനുയായികൾ ആണുങ്ങൾ മുഴുവനുമായിട്ടും അള്ളാഹുവിന്റെ തൃപ്തി നേടിയ ബൈഅത്തുൽ റിദ്വാനിൽ പങ്കെടുത്ത ആളുകളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ ബൈഅത്തുൽ റിദ്വാനിൽ പങ്കെടുത്ത ആളുകളാണ് സഹാബത്ത്. ആ സഹാബത്തിനെ കുറിച്ച് റളിയല്ലാഹു അൻഹും എന്ന് അള്ളാഹു ഇവിടെ പറഞ്ഞിരിക്കുകയാണല്ലോ ഈ സൂറത്തിൽ. അള്ളാഹു അവരുടെ കാര്യത്തില് അങ്ങേയറ്റം തൃപ്തിയുള്ളവനായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കാരണത്താലാണ് ആ ബൈഅത്തുൽ റിദ്വാൻ എന്ന് പരാമർശിക്കപ്പെടുന്നത് തന്നെ.
അപ്പോ അവരില് പിന്നെ വിശ്വാസം ഇല്ലാത്തവരും സൽക്കർമ്മികളല്ലാത്തവരും ഉണ്ട് എന്ന് അതേ സൂറത്തിലെ പരാമർശം വെച്ചുകൊണ്ട് സങ്കല്പിക്കുക എന്നത് ഒരു വലിയ അബദ്ധമാണ്. അങ്ങനെ എന്തെങ്കിലും ദുരുപദിഷ്ഠിതമായ ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഈ ഛിദ്രത ഉണ്ടായ ഘട്ടത്തിൽ അതിനെ തുടർന്ന് ഇപ്പോ മുസ്ലിം ലോകാടിസ്ഥാനത്തില് രണ്ട് ക്യാമ്പുകളാണ്. സുന്നി വിഭാഗം അഹ്ലു സുന്ന എന്ന് പറയുന്ന വിഭാഗവും ഷിയ എന്ന് പറയുന്ന ഷിയത്തു അലി വിഭാഗവുമായിട്ട് അങ്ങനെ രണ്ട് സംഘങ്ങളിൽ രണ്ട് വിഭാഗങ്ങളായിട്ട് കാണാം. ഇതിനകത്ത് ഒരുപാട് സംഘങ്ങളൊക്കെ വേറെയും നമുക്ക് സംഘടനകളോ അല്ലാത്തതും ഒക്കെ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോ ഇങ്ങനെയുള്ള ഛിദ്രത ഉടലെടുത്ത ഘട്ടങ്ങളില് പലപ്പോഴും മറുപക്ഷത്തുള്ള ചിലരെ ഈ യോഗ്യതയില്ലാത്തവരായിട്ട് കാണിക്കാനുള്ള ഒരു വ്യഗ്രത കാണാം. അത് ശരിയായ ഒരു നിലപാടല്ല, എന്നല്ല വളരെ അപകടകരമായ, ദ്രോഹകരമായ, വിനാശകരമായ ഒരു നിലപാടാണ്. നമ്മള് നേരത്തെ ഒരു പക്ഷേ ഷിയ സമൂഹത്തിന് പ്രാധാന്യമുള്ള ഇറാൻ നയിക്കുന്ന ജിഹാദിനെ കുറിച്ചൊക്കെ നമ്മൾ പരാമർശിച്ചത് വളരെ ബാലൻസ്ഡ് ആയ ഒരു സമീപനം നമ്മൾ അതിനോട് സ്വീകരിക്കുകയുണ്ടായിട്ടുണ്ട്. അതേ ഷിയ സമൂഹം പലപ്പോഴും അഹ്ലുസുന്ന എന്ന വിധത്തിൽ മനസ്സിലാക്കപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട, യഥാർത്ഥത്തിൽ ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളൊക്കെ ഉണ്ടാവുന്നത് തന്നെ ചരിത്രപരമായി അള്ളാഹുവിന്റെ പ്രവാചകന്റെ മരണശേഷം, വഫാത്തിന് ശേഷം ഒരു 100-150 കൊല്ലങ്ങളിലേറെ പിന്നിട്ടതിന് ശേഷമാണ്. അതൊക്കെ തന്നെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഉടലെടുത്തിട്ടുള്ള സംഗതികൾ കൂടിയാണ്. അതിന് പല ഇസ്ലാം ബാഹ്യമായ പല സ്വാധീനങ്ങളും ഉണ്ടായിട്ടുള്ളതായി കാണാൻ കഴിയും. ഇസ്ലാമിക സമൂഹത്തിനകത്ത് വിള്ളലുണ്ടാക്കാൻ നിരന്തരമായി യഹൂദര് ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അതില് സ്വാധീനിച്ചിട്ടുണ്ടാകും എന്നത് വ്യക്തമാണ്. അപ്പൊ സൂചിപ്പിച്ചു വന്നത്, സഹാബത്തിന്റെ കൂട്ടത്തിൽ അങ്ങനെ അവമതിപ്പോടുകൂടി കാണേണ്ടവരായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിക്കുന്നത് തന്നെ അക്രമമാണ്. അത് ശരിയല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എന്റെ അനുയായികളെ, എന്റെ സഹാബത്തിനെ നിങ്ങൾ അവമതിപ്പോടുകൂടി പരാമർശിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചേ കാണാം. അത് വലിയ കുറ്റകരമായ സംഗതി ആയിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നതൊക്കെ കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നത് തന്നെ ശരിയല്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുയായികൾ, സഹാബത്ത്, അവര് എല്ലാവരും തന്നെ അള്ളാഹുവിന്റെ തൃപ്തി നേടിയ ആളുകളാണ്. ബൈഅത്ത് റിദ്വാനിൽ പങ്കെടുത്ത ആളുകളുടെ കാര്യത്തില് യാതൊരു സംശയത്തിനും സന്ദേഹത്തിനും ഇടമില്ലാത്തതുമാണ്. മക്ക ഫതഹിന് ശേഷം ഇസ്ലാമിലേക്ക് വന്ന പല ആളുകളും പലപ്പോഴും ചരിത്രപരമായി വിലയിരുത്തുമ്പോൾ പല താല്പര്യങ്ങളുടെയും ആളുകളൊക്കെ അതിലുണ്ടായിരുന്നു എന്നത് പിന്നീടുള്ള ചരിത്ര സംഭവ വികാസങ്ങളെ വിലയിരുത്തിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ബൈഅത്ത് റിദ്വാനിൽ പങ്കെടുത്ത ഹിജ്റ 6-ാം വർഷത്തിൽ ഹുദൈബിയയിൽ നടന്ന ആ സന്ധിക്ക് തൊട്ട് മുന്നേ ഉണ്ടായ ആ പ്രതിജ്ഞയിൽ പങ്കെടുത്ത ആളുകൾ അവരെ എന്തെങ്കിലും നിലക്കുള്ള ഒരു നിലപാടോടുകൂടി നോക്കിക്കാണുന്നത് ഒരു കാരണവശാലും യാതൊരു ന്യായീകരണവും അർഹിക്കുന്നതല്ല എന്നൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ അദ്ദേഹത്തിന്റെ അനുയായികളെ വഅദല്ലാഹുല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി മിൻഹും എന്ന് പറഞ്ഞത് ഈ വിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മികളാവുകയും ചെയ്തുകൊണ്ട് ജീവിച്ച ഈ ആളുകൾ, അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും അതുപോലെ വളരെ മഹത്തരമായ പ്രതിഫലവും വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന നിലക്ക് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ ഞാൻ ഉദ്ധരിച്ച വജ്തനിബു റിജ്സ മിനൽ ഔസാൻ എന്ന ആ ആയത്തിൽ അടങ്ങിയിട്ടുള്ള മിൻ എന്ന പ്രയോഗത്തിന്റെ അതേ രീതിയിലുള്ള വൈശദ്യം നൽകുന്ന, വിശദാംശം നൽകുന്ന ഒരു പ്രയോഗമായിട്ട്, അത് വിഭാഗീയത കാണിക്കുന്നതല്ല, ഒരു വിഭാഗത്തെ വേർതിരിച്ച് കാണിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രയോഗമല്ല, മറിച്ച് വിശദാംശം നൽകുന്ന പ്രയോഗമായി മനസ്സിലാക്കിയാണ് ഇത് വേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാകും എന്ന്
വിചാരിക്കുകയാണ്. ഈ സൂറത്തിന്റെ അവസാന ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിശദാംശങ്ങളാണ് ഞാൻ നൽകിയിട്ടുള്ളത്. ഒരു തുടക്കമിടാൻ വേണ്ടി ഇന്ന് ഒരൊറ്റ ചോദ്യം മാത്രം പരിഗണിക്കുകയാണ്. വളരെ ബുദ്ധിപരമായി നടത്തിയ ഒരു സൈക്കോളജിക്കൽ സമീപനമാണ് ഈ ആയത്തുകൾ. മനുഷ്യരെ ശാന്തമായ കുടുംബജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായത്തിനായി യുദ്ധരംഗത്ത് കൊണ്ടുവരാനുള്ള തന്ത്രപൂർവമായ സമീപനം. ഇത് ഈ സൂറത്തിലെ ഏകദേശം 10-14 ഒക്കെ ഇടയ്ക്കുള്ള ആയത്തുകളെ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഒരു പരാമർശമാണ്. ബുദ്ധിപരമായി നടത്തിയ മനഃശാസ്ത്രപരമായ സമീപനം ആണ് എന്നാണ് ഇതിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവണല്ലോ. ബുദ്ധിപരമായത് സത്യസന്ധല്ലാണ്ടാകുമ്പോഴേ പ്രശ്നമുള്ളൂ. അള്ളാഹു ബുദ്ധിപരമായിട്ടല്ലാതെ ഒരു കാര്യവും ചെയ്യൂല. മനസ്സിലാക്കേണ്ടത്, ഏറ്റവും ബുദ്ധിപൂർവകമായിട്ട് ഹിക്മത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്നവനാണ് അള്ളാഹു. അതിന് മനഃശാസ്ത്രപരമായ ഒരു സമീപനം അള്ളാഹു സ്വീകരിക്കുന്നില്ലെങ്കിൽ ആര് സ്വീകരിക്കും? ഏതൊരാൾക്കും പറയുന്ന ഒരു കാര്യം സ്വീകരിക്കാനുള്ള സന്നദ്ധത ഉണ്ടാകുന്നത് എപ്പോഴാ? അയാളുടെ മനസ്സിന്റെ അവസ്ഥ കൂടി മനസ്സിലാക്കിക്കൊണ്ട് അത് പറയുമ്പോഴാണ്. ഒരു നേതാവ് അനുയായികൾക്ക് ഒരു നിർദ്ദേശം നൽകുമ്പോ നേതാവാണ് എന്നതിനാൽ മാത്രം അത് അനുസരിക്കപ്പെട്ടോളണമെന്നില്ല. അനുയായികൾക്ക് അത് അനുസരിക്കാൻ കൂടി കഴിയുന്നതാവണം. അതിനുള്ള പ്രചോദനം ഉണ്ടാവണം, അതിനുള്ള മോട്ടിവേഷനും പ്രേരണയും ഒക്കെ ഉണ്ടാവണം. അപ്പോഴേ അത് അനുസരിക്കപ്പെടുന്നതായി മാറുള്ളൂ. അതുകൊണ്ട് മനഃശാസ്ത്രപരമായ ആളുകൾക്ക് പ്രേരണ നൽകുന്ന വിധത്തിലുള്ള നിർദ്ദേശം തന്നെയാണ് നൽകേണ്ടത്. അതാണ് അള്ളാഹു നൽകിയിരിക്കുന്നത്. അതാണ് നിങ്ങൾ ഇവിടെ പറയുന്നതും. ബുദ്ധിപൂർവകാണ്, മനഃശാസ്ത്രപരമാണ് ഈ ആയത്തുകൾ. പക്ഷെ അത് അസത്യ അധിഷ്ഠിതമല്ല. നിങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം അതാണ്. ഇത് സത്യമല്ല, അസത്യാണ്. എന്നിട്ട് തന്ത്രപരമായി ആളുകൾ അതിലേക്ക് പ്രേരിപ്പിക്കുകയാണ് എന്ന നിലക്കാണ്. അത് അസത്യമല്ല, സത്യമാണ്. സത്യത്തിനെ അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ബുദ്ധിപൂർവകമായും മനഃശാസ്ത്രപരമായും അള്ളാഹുവിന്റെ മാർഗത്തില് പോരാടാൻ, അള്ളാഹുവിന്റെ പ്രവാചകനെ പിന്തുണക്കാൻ, പ്രതിസന്ധി ഘട്ടങ്ങളെ നേരിടാൻ ഒക്കെ പ്രേരണ നൽകുന്നുണ്ട്. അത് തന്നെയാണ് വേണ്ടതും. അതിലെന്താണ് തെറ്റുള്ളത്? മനുഷ്യരെ ശാന്തമായ കുടുംബജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റി അവരെ നബിയുടെ പോരാളികളുടെ കൂട്ടത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നതെന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ശാന്തമായ കുടുംബജീവിതം തീർച്ചയായിട്ടും ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിനുള്ള അടിസ്ഥാനപരമായ മര്യാദകൾ പഠിപ്പിക്കുന്നുണ്ട്. വ്യക്തിബന്ധങ്ങള്, കുടുംബാന്തരീക്ഷമൊക്കെ ഏറ്റവും നിർമ്മലമായതായി മാറാൻ വേണ്ട അധ്യാപനങ്ങളാണ്, ആദാബുകളാണ് അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കുന്നത്. അതാണ് മുസ്ലിം കുടുംബങ്ങളെ ശാന്തിയുള്ളതാക്കി മാറ്റിയിട്ടുള്ളത്. പക്ഷെ അത് അടയിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശാന്തിയല്ല. അത് നന്മക്ക് വേണ്ടി നിലകൊള്ളാൻ, തിന്മക്കെതിരിൽ പോരാടാൻ പ്രേരിപ്പിക്കുന്ന കുടുംബാന്തരീക്ഷമാണത്. അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ സുഖലോലുപരായി എന്നും അങ്ങ് വീടകങ്ങളില് മക്കളും ഭാര്യയും ഒക്കെ ആയിട്ട് അങ്ങ് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞുകൂടുക എന്നുള്ള ഒരു രീതിയിലുള്ള ശാന്തിയല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ ജീവിതം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സമർപ്പണമാണ്. ആ മാർഗത്തിലുള്ള പോരാട്ടം ആവശ്യമായി വരുമ്പോ അതിന് സന്നദ്ധത കാണിക്കൽ കൂടി അതിന്റെ ഭാഗമാണ്. ചിലപ്പോ അതില് ജീവനെ തന്നെ ത്യജിക്കേണ്ടി വരും. അതിനും ഇസ്ലാമിൽ പരിഹാരങ്ങൾ ഉണ്ടാവും. അവശേഷിക്കുന്നവർക്കുള്ള ജീവിതമാർഗം ഇസ്ലാം വെച്ചിട്ടുണ്ടാവും. അത് കണ്ടെത്തുക എന്നുള്ളതാണ് അതിന് വഴി. അള്ളാഹു അവന്റെ മാർഗത്തില് പോരാടാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോ അതിനു വേണ്ടി മുന്നിട്ടിറങ്ങുക എന്ന ഒരു കാര്യം തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് കുടുംബമുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട് എന്ന ഒരു കാരണത്താൽ സത്യത്തിനു വേണ്ടിയും നന്മക്ക് വേണ്ടിയും പോരാടാൻ സന്നദ്ധരാവാതിരിക്കുകയാണെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും പിഴുതെറിയപ്പെടും. നമ്മൾ എന്നല്ല, ഏത് സമൂഹവും. ഇപ്പൊ നമ്മളുടെ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം പോരാട്ടമൊക്കെ നടന്നിരുന്ന ഘട്ടത്തില് കുറെ പേര് ജീവനും സമ്പത്തും ഭാര്യയും മക്കളെയും കുടുംബത്തെയും ഒക്കെ പരിഗണിക്കാതിരുന്നുകൊണ്ട്, അല്ലെങ്കിൽ അവരെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമായിട്ട് ജീവിതം മാറ്റിവെക്കാതെയൊക്കെ പൊതുബോധത്തോടുകൂടി രംഗത്ത് വന്നതുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടാൻ പറ്റിയിട്ടുള്ളത്.
എത്രയോ പേര് തടവറകളിൽ വർഷങ്ങളോളം കഴിയേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ അനന്തരഫലങ്ങൾ ഇന്നും അനുഭവിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാവും. മക്കള് വാപ്പയും അതുപോലെ സഹോദരന്മാരും ഒക്കെ തടവിലാക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്തത് പോരാട്ടത്തിന്റെ കാരണത്താൽ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതിന്റെ പേരിൽ അത്തരം കുടുംബങ്ങൾ അനാഥമായ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ ചരിത്ര ഘട്ടങ്ങളിൽ അനിവാര്യമാവുന്ന സന്ദർഭങ്ങളിൽ അത് അനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കലാണ്. അതിന് ഒരു തലമുറ സന്നദ്ധാവണില്ലെങ്കിൽ ഇപ്പൊ തന്നെ ആലോചിച്ച് നോക്കൂ, ഇറാന്റെ മേൽ അമേരിക്ക ആക്രമണം അയച്ചുവിട്ട ഘട്ടത്തില് ഒരുപാട് പേര് മരിക്കാൻ സന്നദ്ധരായിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ആ നാടിന്റെ ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ കുറെ പേര് മരിക്കാൻ സന്നദ്ധരായിക്കൊണ്ട് രംഗത്ത് വരിക എന്നത് മനുഷ്യ സാമൂഹ്യ ജീവിതത്തിന്റെ ഒരു അനിവാര്യത തന്നെയാണ്. അതിന് പക്ഷേ ഇസ്ലാം വലിയ ഇൻസെന്റീവാണ് കൊടുക്കുന്നത്, വലിയ പ്രേരണയും വലിയ പ്രചോദനവുമാണ് നൽകുന്നത്. അവർക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. അവര് സ്വർഗാവകാശികളായി മാറുന്നു. സ്വർഗീയ ആനന്ദത്തില് നിത്യമായി അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ട് ജീവിക്കാൻ കഴിയുന്നവരായിട്ട് അവര് മാറുന്നു എന്ന് ഖുർആൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അത് നമ്മള് ഇവിടുത്തെ സൈനിക മേധാവിയോ അല്ലെങ്കിൽ രാജ്യത്തലവനോ രാഷ്ട്രപതിയോ ഒന്നും നൽകുന്ന ഒരു പ്രചോദനമൊന്നും അല്ല. അവർക്ക് എന്തറിയാം? അതേ സമയത്ത് അത് സർവകാല സംഗതികളെയും അറിയുന്ന, ഗൈബ് അറിയുന്ന റബ്ബ് നൽകുന്ന വാഗ്ദാനമാണ്. ആ വാഗ്ദാനം ഉൾക്കൊണ്ട് വിശ്വസിച്ച് അതിന് സന്നദ്ധരാകുന്നതിന്റെ പേരാണ് ഈമാൻ എന്നത്. ഇതാണ് ഖുർആൻ വ്യക്തമാക്കുന്ന കാര്യം. അപ്പോ നബിയുടെ സഹായത്തിന് ആളുകൾ രംഗത്തിറങ്ങാൻ തന്ത്രപരമായ മനഃശാസ്ത്രപരമായ സമീപനം ഖുർആൻ തീർച്ചയായിട്ടും സ്വീകരിക്കണം. അതാണ് വേണ്ടത്. അതിൽ വിഷയം ആ കോഴ്സ് ശരിയാണോ അല്ലേ എന്നുള്ളത് മാത്രമാണ്. ആ കോഴ്സ് ശരിയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ പോരാട്ടത്തിന് ഇവരെ പ്രേരിപ്പിക്കുന്നത് എന്നത് പരിശോധിച്ചിട്ട് അത് ശരിയാണെങ്കിൽ ഇതൊക്കെയും ശരിയാണ്. അത് ശരിയല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് പുനരാലോചിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ സംഗതിയില് ദുരുപധിഷ്ഠിതമായതോ അല്ലെങ്കിൽ ദുഷ്ടലക്ഷ്യങ്ങളുള്ളതോ ആയ യാതൊന്നുമില്ല. സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്, അതും പ്രപഞ്ച സ്രഷ്ടാവായ അള്ളാഹുവിന്റെ പ്രചോദനത്തിലാണ് ആളുകൾ ഇതിന് പ്രേരിതരാവുന്നത്. അള്ളാഹു ഹക്കാണെങ്കിൽ, അവന്റെ വാഗ്ദാനങ്ങൾ ഹക്കാണെങ്കിൽ ഈ പറയുന്ന കാര്യത്തിൽ യാതൊരു അബദ്ധവും ഇല്ല. അത് ഈമാൻ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് ഇതെന്തോ മോശമായൊരു സംഗതിയാണ് എന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ കാര്യം വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.